ഉണ്ട് 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 ഗൈസ്. ആ ചാറ്റിന്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ ചാറ്റ് ഇതാവും. പറ്റുന്നുണ്ട്. പറ്റും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഓട്ടോ റൊട്ടേഷൻ ഓൺ ആക്കിയ വർക്ക് ആവുമോ നോക്കട്ടെ. ഓ, ഓട്ടോ റൊട്ടേഷൻ ഇല്ല. ഓട്ടോ റൊട്ടേഷനിൽ വർക്ക് ആവൂല. ഓട്ടോ റൊട്ടേഷനിൽ എനിക്ക് വർക്ക് ആവുന്നില്ല, അല്ലാതെ വർക്ക് ആവുന്നുണ്ട്. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു സ്ട്രീം. ആൻഡ് ഗൈസ്, ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് തുടങ്ങാം. ശരിക്കും ഇന്നലെ അവർക്ക് രണ്ടുപേർക്ക് നമ്മൾ ടി വിയിൽ ചാൻസ്, ഞാൻ ഒന്നുകൂടെ അത് പറയാണ്, കംപ്ലീറ്റ്ലി അവരെല്ലാം നിർത്തി പോവാണ്. ലൈക്ക് അവർക്ക് ഈ പറയണത് പോലെ വേറെ ഒന്നും ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള ഒരു കാര്യം വന്നപ്പോഴാണ്, ഈവൻ ദോ ഇവിടെ സ്ലോട്ട് ഇല്ലാഞ്ഞിട്ട് പോലും ഞാൻ അവർക്കൊരു ചാൻസ് കൊടുക്കാമെന്ന് ഇതാക്കിയത്. പക്ഷെ ഞാൻ ഇന്നലെ കുറെ ഇതൊക്കെ കണ്ടായിരുന്നു, കുറെ കമന്റ് സെക്ഷനിലും കുറെ ഇതിലൊക്കെ കണ്ട് ടി വിയുടെ ഓഡിയൻസിന് റെസ്പെക്ട് കൊടുക്കുന്നില്ല ഞാൻ. എന്റെ ആ ഒരു ഡിസിഷൻ എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ ആയിട്ടാണോ തോന്നിയെന്ന് എനിക്ക് ജസ്റ്റ് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് അറിയാൻ ഞാൻ കൊള്ളാമെന്നുണ്ടായിരുന്നു. കാരണം ഞാൻ പറയാമല്ലോ, എനിക്കത് അവരുടെ ഒരു എല്ലാവരുടെയും നമുക്ക് വേണ്ടിയിട്ട് നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. ലൈക്ക് രായന്റെ കേസ് ആണെങ്കിലും എന്താണെങ്കിലും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, എനിക്ക് രായൻ ഒരു ചാൻസ് കൊടുക്കണം എന്നായിരുന്നു. എനിക്ക് ഇറ്റാച്ചിയുടെ കാര്യം അറിയത്തില്ലായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഇറ്റാച്ചിയുടെ കാര്യം എനിക്ക് അവൻ തിരിച്ചു കയറുന്നെന്നോ അവൻ തിരിച്ച് ടി വിക്ക് വേണ്ടി കളിക്കാൻ റെഡിയാണെന്നോ ഉള്ള കാര്യമൊന്നും ഇറ്റാച്ചിയുടെ കാര്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പൊ എനിക്ക് രായൻ എന്ന് പറയുമ്പോൾ, രായൻ ഇനി എന്താ, ഞാൻ ശത്രുതയായിട്ടിരുന്നപ്പോ പറഞ്ഞപ്പോ പോലും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും രായൻ നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന കാര്യങ്ങൾക്ക് ലൈക്ക് ഒരിക്കലും ഒരു റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ ഒരു അത് ചെയ്തിട്ടില്ലെന്നോ പറയുന്ന ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്ന്, അല്ല, നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പലവട്ടം ഞാൻ അന്നേരം പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പം രായൻ ഒരു ദിവസം ഇരുന്ന് ഭയങ്കര വിഷമത്തോടെ, അണ്ണ ഞാൻ എന്തെങ്കിലും അണ്ണൻ്റെ അടുത്ത് തെറ്റുമെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം നിർത്തി പോവാ, എനിക്ക് ഇനി ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് തോന്നുന്നില്ല, സോ ഞാൻ പോവാ എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്കത് കണ്ടപ്പം, സാജു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 1 ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. അപ്പൊ എനിക്കത് കണ്ടപ്പോ ഞാൻ അന്നേരത്തെ ഇതിലൊക്കെ ഞാൻ നേരെ ചോദിച്ചു, രായന്റെ അടുത്ത് ചോദിച്ചു, രായ പോരുന്നു, ഞാൻ മറ്റേ സിനിമയിലൊക്കെ ഡയലോഗ് പോലെ, പോരുന്നു എന്റെ കൂടെ എന്ന് ചോദിച്ചതുപോലെ നീ വരുന്നു എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ചോദിച്ചപ്പോ രായൻ, അണ്ണ എന്താ, ഞാൻ അങ്ങനെ ചോദിച്ചാ എന്ത് പറയാനാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ്, കുറച്ച് നാളായിട്ട് ഇറ്റാച്ചിയും അവനും ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ സീറോ ഡിലേ പോലത്തെ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി പയ്യെ അങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു രീതിയിലാണ് അവർ രണ്ടുപേരും നിന്നത്. അവർ രണ്ടുപേരും അപ്പോഴാണ് രായൻ ഇറ്റാച്ചിയെ പറ്റി പറയുന്നത്. കാരണം ഇറ്റാച്ചിയാണ് എൻ്റെ കൂടെ ഇത്രയും ദിവസം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിരുന്നത്. കാരണം അവിടെ ഡയോസ് ഇനാക്റ്റീവ് ആയതിനു ശേഷം പ്ലേയേഴ്സ് എല്ലാം പല വഴിക്ക് പോയായിരുന്നു. പല വഴിക്ക് പോയി എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ, അവരാരും ലൈക്ക് പല ഇവിടെ കയറാൻ അവർ ട്രൈ ചെയ്തു. അങ്ങനെ കുറെ കാര്യങ്ങളിലായിട്ട് അവർ എൻഗേജ് ആയപ്പം അവര് അവരുടെ സൈഡിൽ നിന്ന് ലൈക്ക് ഇവർ രണ്ടുപേരുമാണ് എപ്പോഴും വി സിയിൽ ഉണ്ടായിരുന്നതും കാര്യങ്ങൾ. ഇവർ ഈ ഒപ്റ്റിമൈസേഷൻ പരിപാടി ചെയ്യുന്നുണ്ട്. ഞാൻ അടുത്ത് പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് പി സിയിലൊക്കെ ലാഗ് ഒക്കെ ഉണ്ടെങ്കിൽ GTA സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അവൻ ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ കൂടെ എന്താ പറയാ, വൈ മാപ്പ്, ഗ്യാങ് ഹൗസ് ബിൽഡ്, ഈ ഗ്യാങ്ങിന്റെ ഡ്രസ്സുകൾ ബിൽഡ് ചെയ്യുന്ന ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അവര് ഒരുമിച്ച് രണ്ടുപേരോട് നിന്നതുകൊണ്ടാണ് അപ്പോഴായം പറഞ്ഞ, ഇത്ര നാള് അവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അവനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞതുകൊണ്ട് ഞാനപ്പം ഇറ്റാച്ചിയുടെ അടുത്ത് സംസാരിച്ച് ഇറ്റാച്ചിയും കൂടെ കൺസിഡർ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവന്നതാണ്. ബ്രോ, യുവർ ഗ്യാങ് ടേക്ക് യുവർ ഡിസിഷൻസ്, വി ആർ ഓൺ ഫാൻസ് ടു വാച്ച്, ജസ്റ്റ് അവോയ്ഡ് ദ നെഗറ്റീവ് കമന്റ്സ്. എനിക്ക് മനസ്സിലായി ബ്രോ, ഞാൻ അങ്ങനെ ചാറ്റ് നോക്കി ഇതുവരെ ഡെസിഷൻ എടുത്തില്ല. പക്ഷേ വെളിയിൽ ഞാൻ കാണുന്ന മെസ്സേജ് എങ്ങനെയാണെന്ന് അറിയാം. അസ് എ ടി വി എ ഫാൻ, ഈഗിൾ ഗീവ് സം റെസ്പെക്ട് ടു ടി വി എ വ്യൂവേഴ്സ്, ഇങ്ങനെയാ പറയണേ. അത് കേൾക്കുമ്പോഴാണ് നമുക്ക്, ഇത് ശരിക്കുള്ള ടി വി എ ഫാൻ ആണോ, ഇനി നമ്മളെ ട്രിഗർ ആക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നതാണോ എന്ന്. അത് കൂടാതെ ഇന്നലെ രായനെ ഇറ്റാച്ചി തിരിച്ചെടുത്തപ്പോഴും നല്ല കുറെ ഫീഡ്ബാക്ക് മെസ്സേജുകളും വന്നില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, ഒരുപാട് നല്ലത് വന്ന്. സോ ഗൈസ്, ഇറ്റാച്ചിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. കാരണം ഇറ്റാച്ചിയുടെ ആയിട്ട് അക്വിസിഷൻ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ടി വി ഓഡിയൻസിന്റെ അവൻ ചീത്ത വിളിച്ചു, തന്തയ്ക്ക് വിളിച്ചു, തെറി വിളിച്ചു എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടായിരിക്കാം അവന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രായൻ ഇറ്റാച്ചി ഇവിടെ ഉണ്ട്, ഞാൻ വീസിലോട്ട് പോകാം, അവർക്ക് ജസ്റ്റ് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് എന്നിട്ട് തുടങ്ങാം, അതല്ല നല്ലത്.
അപ്പൊ നിങ്ങൾ ഇനി നിങ്ങളുടെ ആണെങ്കിലും മൈൻഡിലും നമ്മുടെ മൈൻഡിലും അത് ഇരിക്കണ്ട, അത് അങ്ങനെ അങ്ങ് ഇതാക്കിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഹലോ. ആ ഇതാ ഇവിടെ ഞാൻ ലൈവില് നിങ്ങളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇവരുടെ അടുത്ത്. നിങ്ങൾക്ക് എന്തെങ്കിലും എടാ പറഞ്ഞ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് ക്ലിയർ ചെയ്ത് തുടങ്ങാം. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് ടി വിക്കകത്തുള്ള എല്ലാവരോടും സംസാരിച്ച് എല്ലാവർക്കും ഓക്കെ ആണെന്നുള്ള രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നതെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോ ലൈക്ക് ഒരു വിധത്തിൽ പറഞ്ഞാൽ ശരിയാ, നമ്മൾ ഈ ഓഫ്ലൈനിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഓഡിയൻസിന് അറിയത്തില്ലല്ലോ. അവര് നോക്കുമ്പോ കുറെ കൺഫ്യൂഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഇതില് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് അതായത് ടി വിയിൽ നിന്ന് ഇറങ്ങിയ ടൈമില് എന്റെ ഡി എംസ് ആണെങ്കിലും അന്ന് ഞാൻ ലാസ്റ്റ് ഒക്കെ ആയിട്ട് ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലും തെറിവിളി വന്നിട്ടുണ്ട് എനിക്ക്. അതേപോലെ ഇപ്പൊ ഡി എംസിലാണെങ്കിലും വന്നു. അതേപോലെ എന്താ പറയാ, അല്ലാണ്ട് ഞാൻ അതല്ലാണ്ട് അതിനുശേഷം ഇറങ്ങിയതിന് ശേഷവും ഞാൻ ലൈവ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ടൈമിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഡി എംസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലഡ് ചെയ്യുവാണ്, മനസ്സിലായ തെറി വിളി. പക്ഷെ അതിൽ ഒട്ടുമിക്ക ആൾക്കാരും തെറി വിളിച്ചിട്ടുള്ളവരില് ഞാൻ അവരുടെ അടുത്തൊക്കെ തിരിച്ച് മാന്യമായിട്ട് തന്നെ റിപ്ലൈ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഗൈസ് ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്റെ സൈഡും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ അതായത് വേണമെന്ന് വെച്ച് ഇറങ്ങിയതൊന്നുമല്ല, ശരിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാന്നുള്ള രീതിയിൽ പറഞ്ഞു, മനസ്സിലായില്ലേ. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ വേറെ കുറച്ചെണ്ണം മറ്റേ തള്ളയ്ക്കും തന്തയ്ക്കും ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്ത് വിളിക്കണവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ എനിക്ക് അതായത് പിടിച്ചില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാ ഉള്ളത് പറയാലോ വാസവണ്ണ, അത് നമ്മുടെ ഓഡിയൻസ് അല്ല, ടി വി ഓഡിയൻസ് അല്ല അത്. അത് കണ്ടപ്പോ മനസ്സിലായി, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാൻഡം ഫേക്ക് അക്കൗണ്ടിൽ നിന്നൊക്കെയാണ് വന്ന് കിട്ടണത്, മനസ്സിലായത്. അത് എനിക്ക് ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് കുറെ ഇന്നലെ ഉണ്ടാക്കിയ അക്കൗണ്ടുകളിൽ എനിക്കും വരാറുണ്ടായിരുന്നു. ഞാൻ ഇത് ലൈവിൽ ഒന്ന് കുറെ പേരുടെ കാണിക്കുകയും ചെയ്തതാണ്, മനസ്സിലായോ. കുറെ പേരുടെ നല്ല രീതിയിൽ വിളിച്ചിട്ടുണ്ട്. വിളിച്ച അപ്പൊ തന്നെ ഞാൻ ബ്ലോക്ക് ആക്കി വിടും, മനസ്സിലായ. പിന്നെ അവന്മാർക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എല്ലാം ടി വി ഓഡിയൻസ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ലടാ. ഈ എടാ ടി വിക്ക് ഒരു ഡൈഹാർഡ് ഫാൻ ബേസ് ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം, ചില ഡിസിഷൻസ് ഒക്കെ ഞാൻ എടുക്കുമ്പോൾ എന്നെ തള്ളക്കി വിളിക്കണ ഓഡിയൻസ് വരെ ടി വിക്ക് ഉണ്ട്. അതല്ല അത് ഞാൻ പറയാം, അത് ചില ആൾക്കാർക്ക് ടി വിയെ തോക്കുന്നത് കാണാൻ ഒട്ടും പറ്റൂല. അത് ചിലപ്പോൾ ഞാൻ പറയില്ല, 6 വർഷമായി, 6 വർഷത്തിന്റെ അവരുടെ ഡെയിലി റൂട്ടീനിൽ ഈ ലൈവ് കണ്ട് അവർ ക്യാരി ഫോർവേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിനെ. ഇപ്പൊ ഞാൻ പറയാം, ഓരോ നമ്മുടെ ഇപ്പൊ ഈ ഫുട്ബോള്, ക്രിക്കറ്റ്, അങ്ങനത്തെ ഓരോരോ ടീംസിനോടൊക്കെ ഉള്ള കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാരുണ്ട്. കുറെ പേര് ദേഷ്യപ്പെട്ട് എന്നോട് സംസാരിക്കാറുണ്ട്. ചില ആൾക്കാർ എസ് ടൈപ്പ് ചെയ്തായിരിക്കും, ഇന്നത് ശരിയായില്ല, ഇന്നത് ശരിയാ, ബ്രോ പറഞ്ഞത് സത്യമാ. ചില സമയത്ത് അവർക്ക് നമ്മളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഈ പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ ചുമ്മാ ഓവർ കോൺഫിഡൻറ്റിൽ പോയി വാർ തോറ്റോണ്ടിരുന്ന ഒരു സമയമുണ്ട്. അന്ന് നമുക്കറിയാം, നമുക്ക് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് പ്രാക്ടീസ് ചെയ്യാനും ഈ ഗെയിം ഒന്നും കളിക്കാൻ താല്പര്യമില്ലാത്തൊരു പെർട്ടിക്കുലർ ടൈമിൽ ഈ സാധനമൊക്കെ എനിക്ക് വരാറുണ്ടായിരുന്നു. ഇല്ല, ഞാനത് സത്യമായിട്ട് പറയാൻ കഴിച്ചു. ഞാൻ അതിൽ എല്ലാം ഒന്നും ടി വി ഓഡിയൻസ് അല്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുറെ ഫേക്ക് അക്കൗണ്ട് ആ സമയത്ത് ഉണ്ടെണ്ണ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ. അതായത് ഞാൻ ഇന്നേ വരെ കാണാത്ത ഒരു ആൾക്കാരാണ് എന്റെ ഡി എംസിലും അതുപോലെ മറ്റേ ഇതിലൊക്കെ വന്നത്, ലൈവ് ചാറ്റിലൊക്കെ വന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ലാന്ന്. പക്ഷെ ഇതില് എനിക്ക് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ സൈഡിൽ നിന്ന് ഇതിപ്പോ നമ്മുടെ അത് ആക്ച്വൽ ഓഡിയൻസിൽ ആർക്കെങ്കിലും അതായത് ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയാൻ റെഡിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് അതായത് എന്താ പറയാ, സോറി പറയാനല്ലടാ വിളിച്ചത്, കാരണം വെച്ച് കഴിഞ്ഞാല് എന്താണെന്നറിയണ, ഇന്നലെ ഞാൻ കേറിയ ടൈമില് ഒരാള് എനിക്ക് 2-3 പേര് മെസ്സേജ് അയച്ചേ. എന്ന് വെച്ച് കഴിഞ്ഞാല്, ബ്രോ ഞാൻ ബ്രോനെ കുറെ തെറി വിളിച്ചിട്ടുണ്ട്, സോറി എന്ന് പറഞ്ഞു. തൊട്ട് മുകളിലേക്ക് നോക്കിയപ്പോഴേ തള്ളക്ക് വിളിച്ചത് തന്തയ്ക്ക് വിളിച്ചിരിക്കണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ബ്രോ, സന്തോഷം, വേറൊന്നും പറയില്ലല്ലേ, സന്തോഷം എന്ന് പറഞ്ഞ് താങ്ക് യു എന്ന് പറഞ്ഞു. താങ്ക് യു ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ ആൾക്കാർ എന്നോട് സോറി പറയുമ്പോൾ എനിക്ക് അവരോട് തിരിച്ച് സോറി പറയാനുള്ള ഒരു ഇതുണ്ടല്ലോ, ഞാൻ അത് ബാധ്യസ്ഥനാണ്. അപ്പൊ ഞാൻ അത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞാണ്. മനസ്സിലായി. എന്റെ കാര്യം കൊണ്ട് ഞാൻ പറയണോ? ഞാൻ പറഞ്ഞ നിങ്ങൾ രണ്ടുപേരും ഇനി ലൈവില് വെറുതെ ഇത് ഡിസ്കസ് ചെയ്ത് ഇതാക്കണ്ട. നിങ്ങളൊരു ഫ്രസ്ട്രേറ്റ് ആയിട്ട് ലൈവ് അങ്ങ് തുടങ്ങിയാൽ മതി. ഇതെല്ലാരും നമ്മുടെ ഓഡിയൻസ് എല്ലാം ഈ ലൈവ് കാണുന്നുണ്ടാവും. പിന്നെ ഇനി ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ വരുമ്പോ അത് ഹേറ്റ് ആവും. ഇന്നലെ അണ്ണന്റെ ലൈവിൽ ഇങ്ങനെ കുറെ ഒരു ബാലന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് ഗൈസ്. ഇവിടെ ആകെ ഞാൻ ഇപ്പൊ ടി വിന്ന് ഇറങ്ങിയപ്പോ ഇവിടെ കുറച്ച് പിള്ളേരായിട്ട് കമ്മ്യൂണിക്കേഷൻ മൊത്തത്തിൽ ഉണ്ടായിരുന്നില്ല, മനസ്സിലായത്. അതായത് അവർക്ക് കുറച്ച് സൈഡ് അവരുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു, എന്റെ സൈഡിലുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അന്ന് ബാലന്റെ ഇഷ്യൂ അതേപോലെ ഒരു സീനായിരുന്നു. അതിന്റെ തൊട്ട് നമ്മള് ആ ലൈവ് ഇട്ട് അതിന് ശേഷം തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബാലൻ എന്നെ വിളിച്ചു, ഞാൻ അവനായിട്ട് സംസാരിച്ചു. അതിനകത്ത് തന്നെ മൊത്തത്തിൽ നമ്മുടെ സൈഡിൽ നിന്ന് രണ്ടുപേരുടെ സൈഡിൽ നിന്ന് മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നതിന്റെ പേരിലാണ് അന്ന് ആ ഒരു തന്നെ അത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാത്തതിന്റെ പേരിലാണ്. അവൻ വരുമ്പോ തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ അത്. കാരണം അവൻ അതിനുശേഷം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്.
ടിവിയിൽ ഇങ്ങനെ വാസുവിനെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവന്റെ അടുത്താണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവൻ പറഞ്ഞ അണ്ണ എനിക്ക് സന്തോഷമുള്ളതെന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് അവൻ ഇനി ഒരു മാസം കഴിഞ്ഞ് വരുമ്പോ തന്നെ അവന്റെ അടുത്ത് ഒരു നിങ്ങൾ ചോദിച്ചു മാസം നോക്കിയാൽ മതി. അവൻ ബാലൻ അടുത്ത ആഴ്ച വരും കേസ്. അടുത്ത വരുമ്പോ തന്നെ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ആ ബാലൻ ഞാൻ കയറിയോണ്ട് അത് കാരണം അവൻ ഞാൻ കയറിയ സമയത്ത് തന്നെ എനിക്ക് അവൻ മെസ്സേജ് ഇടും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ബാലനായിട്ടല്ല, പിന്നെ ബാക്കിയുള്ളവരായിട്ട് നമ്മൾ ഇവിടെ കയറുന്നതിന് മുമ്പേ തന്നെ വാസുവിനെ നമ്മുടെ അടുത്ത് സംസാരിപ്പിച്ച് നമ്മളെ ഇടയിലുള്ള അങ്ങോട്ട് സംസാരിച്ചപ്പോ തന്നെ അങ്ങോട്ടും ഈ ഇങ്ങോട്ടുള്ള ഓരോരോ ഇറങ്ങിയ ടൈമിൽ കേസ് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്രശ്നങ്ങളായത് അല്ലെ സംസാരം ആയതെന്ന് പറഞ്ഞാൽ ഇറ്റാച്ചി, രായന്, സ്നൈപ്പ് അങ്ങനെ കുറച്ച് ആൾക്കാരാണ്. അവരെ നമ്മള് സത്യം പറഞ്ഞാൽ ഒരു 4-4.5 മണിക്കൂർ എടുക്കുന്നതിന്റെ തലേ ദിവസം, കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവരെല്ലാം തിരിച്ചു വരുന്നത് ടി വിയിൽ കറന്റ് ഉള്ള പ്ലേയേഴ്സിന് കംഫർട്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ല ഇത് ഇപ്പൊ അണ്ണൻ തന്നെ ആയിരുന്നാലും എന്റെ അടുത്ത് വിളിച്ചത് തന്നെ ഒരു 1-2 ആഴ്ചക്ക് മുമ്പാണ്. അണ്ണൻ ഇവിടെ അതെ. എല്ലായിടത്തും ചോദിച്ച് ഇവർക്ക് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ ടിവിയിലോട്ട് എടുക്കണം. പക്ഷെ ഇത് അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്ന് നേരെ എടുത്ത പെട്ടെന്ന് ഡിസിഷൻ അല്ല. അടുത്തതല്ല. എന്ന് ഞങ്ങള് വെച്ച് കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള ഇവിടെ കോൺവെർസേഷൻ ഒരു 2 ആഴ്ച മുമ്പ് മുമ്പാണ്. നടന്ന ഒരു സാധനമാണ്, മനസ്സിലായോ? ഞാൻ വേറൊരു കാര്യം കൂടി പറയാം guys. ഞാൻ മൊത്തത്തില് നിങ്ങൾക്ക് എല്ലാരും കാണുന്നതാണ്. ഞാൻ ടിവിയിലാണ് ആദ്യം കളിച്ച ഗ്യാങ്, എന്റെ ഗ്യാങ് എന്ന് പറയാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡയോസിൽ ഞാൻ കളിച്ചു. പിന്നെ ഞാൻ ബെല്ലാരി ഞാൻ തുടങ്ങിയ ഗ്യാങ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്ലാൻഡിസിൽ വന്ന് കളിച്ചു. ബെല്ലാരിയും നിർത്തി, ഡയോസും നിർത്തി, മൊത്തത്തിൽ സ്റ്റോപ്പ് ആയിട്ട് എനിക്ക് വേറൊരു ഗ്യാങ്ങിൽ പോയി കളിക്കാൻ താല്പര്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ കളിച്ചത് തന്നെ എനിക്കൊരു ബ്രദർഹുഡ് അല്ലെങ്കിൽ ആ ഒരു ഫീല് കളിച്ച് ഞാൻ ടി വിയെ തന്നെ ആണ് കളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു ഫീലിൽ നിന്ന് അതിന്ന് കുറച്ച് പേര് പോയപ്പോഴും ഞാൻ അതിൽ നിന്നാണ് പിന്നെ കളിക്കാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിന്നത്. സത്യം പറഞ്ഞു ഞാൻ പിന്നെ കളിക്കത്തുണ്ടായിരുന്നില്ല. പിന്നെ സർക്കണ്ണ ആ സമയത്ത് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ആർ പിയിലോട്ട് തന്നെ ഡയോസായിട്ട് കളിച്ചത് തന്നെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബെല്ലാരിയിലും ഞാൻ ഇവിടെ എക്സ്ലാൻഡീസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇത് 2 ഗ്യാങ് നിർത്തിയപ്പോൾ പിന്നെ എനിക്ക് ആർ പിയിലോട്ടേ കളിക്കണമെന്നൊരു ഇതില്ല. വേറെ ഗ്യാങ് പല ഗ്യാങ്ങുകളിൽ നിന്നും ഇങ്ങനെ ഓരോരോ വിളി എനിക്ക് മെസ്സേജ് വരുന്നുണ്ടാണ്, ഈ ഗ്യാങ്ങിൽ വാ എന്ന് പറയുമ്പോഴും എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ മനസ്സിലായി, ഞാൻ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഇനി അഥവാ കളിക്കണമെങ്കിൽ തന്നെ ടി വിയിൽ കളിക്കണം എന്നുള്ളൊരു മൈൻഡ് എൻ്റെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അത് പറഞ്ഞിട്ട് അന്നടുത്ത് ഞാൻ ചോദിക്കാനോ അങ്ങനെ ഞാൻ നിന്നിട്ടില്ല. കാരണം എനിക്കറിയാം, മനസ്സിലായി. എന്നിട്ട് ഞാൻ ലാസ്റ്റായിട്ട് എനിക്ക് മൊത്തത്തിൽ ഞാൻ നിർത്തി പോകാൻ വേണ്ടിയിട്ട് ഇരുന്നപ്പം എനിക്ക് നല്ല വിഷമത്തിലാണ് ഞാൻ മെസ്സേജ് അയച്ച, അണ്ണാ ഞാൻ നിർത്തുവാണ് അണ്ണാ, എനിക്ക് മൊത്തത്തിൽ ഇതായി എന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ സിറ്റി കയറും. ഒട്ടും പ്രതീക്ഷിച്ചില്ല അണ്ണൻ തിരിച്ച് വിളിക്കുമെന്ന്. അത് മനസ്സിലായ എനിക്ക് എന്റെ സൈഡിൽ നിന്നുള്ള പറഞ്ഞ് ക്ലിയർ ചെയ്തിട്ട് നിർത്തണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി. അത് ഞാൻ പറഞ്ഞതും എന്നെ വാസുണ്ണൻ വിളിക്കുവാണ് ചെയ്തത് ഗ്യാങ്ങിലോട്ട്. അത് മാത്രമല്ല വിളിച്ചിട്ട് ബാക്കി എല്ലായിടത്തും സംസാരിച്ചിട്ട് മാത്രമേ ഇത് ഓക്കെ പറയത്തുള്ളൂ എന്നും കൂടിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് ക്ലിയർ ചെയ്തിട്ട് മാത്രമാണ്. ഇവിടെ ആർക്കും സീനില്ലാണ്ടിട്ടാണ് നമ്മളിവിടെ കയറിയത്. മനസ്സിലായി. പെട്ടെന്ന് ഓഡിയൻസിന് പെട്ടെന്ന് ദിവസം നമ്മൾ അനൗൺസ്മെന്റ് ചെയ്യുന്നു, നമ്മൾ എടുക്കുന്നു അല്ല ഗൈസ്. ഇതിന്റെ പിറകിൽ കുറെ ദിവസം ഇത് മീറ്റിങ്ങും കാര്യങ്ങളും എല്ലായിടത്തും സംസാരിച്ച് ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 2 റിക്രൂട്ട്മെന്റ് എടുത്തിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ശബ്ദം കുറച്ച് തൊണ്ട വയ്യ ഗൈസ്, അതുകൊണ്ടാണ്. അല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ബാഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ സോറി. പിന്നെ അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും രീതിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ടൈപ്പ് എന്തെങ്കിലും ഇത് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ സോറി പറയുന്നത്. ഓക്കെ, ഓഡിയൻസ് നമ്മളെ ടി വി ഓഡിയൻസിന്റെ അടുത്ത് എന്തെങ്കിലും ബാഡ് ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അല്ലാതെ ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇപ്പം ലൈക്ക് ഇവിടുന്ന് പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ സരക്കണ്ണന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വാസുണ്ണൻ എന്നെ വിളിച്ചപ്പോ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ സരക്കണ്ണന്റെ അടുത്താണ്. സരക്കണ്ണൻ ഓൾറെഡി വാസുവിന്റെ അടുത്ത് സംസാരിക്കാൻ കാര്യങ്ങൾ വരെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സിലായി അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും ഇല്ല. എല്ലാം മൊത്തത്തിൽ ക്ലിയർ ഔട്ട് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ലൈവിലും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ബട്ട് ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് പറയുന്നു കേട്ടോ. കാരണം നിങ്ങൾക്ക് ഇനി മനസ്സിലായി വേറെ രീതിയിൽ സംസാരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ ഇത് മൊത്തത്തിൽ ക്ലിയർ ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇനി ലൈവ് വരുമ്പോ നമ്മള് ആ ലൈവ് അത് പറയണ്ട. അത് നിങ്ങൾ രണ്ടുപേരും പറയണ്ട. നിങ്ങളില്ല, നിങ്ങളുടെ നോർമൽ ലൈവ് സിറ്റുവേഷൻസ് അത് അങ്ങനെ ആയിട്ട് പോയാൽ മതി. ഇനി ഒരു എക്സ്പ്ലനേഷൻ ലൈവ് എന്ന് പറയുമ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ വന്ന് ട്രിഗർ ചെയ്യാനും മോക്ക് ചെയ്യാനും കുറെ പേരുണ്ടാവും. ഉറപ്പായിട്ടും വരും. അത് വേണ്ട. അതില്ലാതെ ഇവിടെ എത്രയോ പേര് ചാറ്റിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ പോലും വേണ്ട എന്നുള്ള രീതിയിലാണ് അവർ പറയണത്. സോ കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ലൈക്ക് അത് ഇത്രയും ഇവരുടെ സൈഡിൽ നിന്ന്, അല്ലാതെ ഒരു ഹെയ്റ്റ് സ്പീച്ച് പറയാനോ അതിനൊന്നും അല്ല ഞാൻ ഇവരെ രണ്ടുപേരും ഇങ്ങോട്ട് വിളിച്ചത്. ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. ഞാനിപ്പോ ആ ഒരു ഗ്യാങ് ഇവര് കളിച്ചോണ്ട് ഇപ്പൊ ഡയോസ് ഡിസ്കണ്ടിന്യൂ ആയതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഇനി വേറൊരു ഗ്യാങ്ങിലോട്ട് പോകാൻ താല്പര്യമില്ല എന്നുള്ളൊരു രീതിയിലാണ് അവർ രണ്ടുപേരും
ആ ഡിസിഷൻ നിർത്തുക എന്നുള്ള രീതിയിൽ എടുത്തപ്പം തിരിച്ച് അവരുണ്ടായിരുന്ന ഗ്യാങ്ങിലേക്ക് തന്നെ വന്നു. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ വേറെ ഒന്നുമില്ല. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ് റാംബോ ബ്രോ. അപ്പം അത്രേ ഉള്ളൂ. അതൊന്ന് പറഞ്ഞിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. വെറുതെ ഇനി അതിന്റെ അപ്പുറത്തോട്ട് ഇനി ഡെയിലി ഡിസ്കഷൻ ആക്കണ്ടല്ലോ. കഴിഞ്ഞ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ ക്ലിയർ ചെയ്യാൻ. എടാ അപ്പൊ ഞാൻ നാളെ നിങ്ങൾ രണ്ടുപേരെ സ്ലോട്ടിൽ ഇട്ടേക്കാം. നമ്മള് ഇപ്പം ഇനി വീക്ക്ലി ഇങ്ങനെ മാറ്റിയിട്ട് കളിപ്പിക്കാനേ പറ്റില്ല. ഇപ്പൊ കറന്റ്ലി സ്ലോട്ടിൽ ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ കെവിനും ബാബുവാണ് രണ്ടുപേരും. അപ്പം നമുക്ക് അവർ വരുമ്പോ ഓരോരുത്തരെ ഇനാക്ടിവിറ്റി അനുസരിച്ച് മാറ്റിയിട്ട് നമുക്ക് ഇതാക്കാം. ഇപ്പൊ എല്ലാവരും അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പം നമുക്ക് സിറ്റുവേഷൻ ഇവിടെ ഇപ്പം ഇനീഷ്യലിലൊക്കെ 30 പേരെയൊക്കെ വരുന്ന ഗ്യാങ്ങുകളൊക്കെ ഉണ്ട് ഇവിടെ. മൈൽസ് ഓൾറെഡി സ്ലോട്ടിന് വെളിയിലാകെ. മൈൽസിന്റെ സ്ലോട്ടിലാണ് ഓൾറെഡി ഇപ്പം നീകം കളിച്ചോണ്ടിരിക്കുന്നത്. ഗൈസ് ഈ സ്ലോട്ടിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് കളയുക എന്നല്ല. അത് നിങ്ങൾ അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇനി ഓരോരുത്തരും ഇടും. ഞാനിപ്പോ ഒരാഴ്ച ഇല്ലെങ്കിൽ ഞാൻ പോലും മാറി നിൽക്കും. സീരിയസ് ആയിട്ട് ഞാൻ പറയുക. ഞാൻ പോലും എന്റെ ഗ്യാങ്ങിൽ നിന്ന് എടുത്ത് കളയുമെന്നല്ല ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കറന്റ്ലി ഇപ്പോ ഉള്ള അയ്യോ അത് ഇതിനകത്തല്ല. കറന്റ്ലി ഇപ്പോൾ ഉള്ള ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഇത് എങ്ങനെ മാനേജ് ചെയ്യുന്ന ഞാൻ എങ്ങനെ ലൈനപ്പ് ഇടുന്നതാണ് എനിക്ക് അറിയാത്ത. എന്തായാലും നോക്കാം. അപ്പൊ നിങ്ങൾക്കും അത് ഒരു മൈൻഡിൽ അങ്ങനെ ഒരു സാധനം തോന്നരുത്. മനസ്സിലായോ? മാമന്റെ അച്ഛന് സർജറി, അവൻ അതിന്റെ പിന്നെയും ഇനാക്റ്റീവ് ആണ്. അവൻ കുറച്ച് മാമ കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അവനൊന്ന് സ്റ്റേബിൾ ആയിട്ട് വരട്ടെ. ഇല്ല അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതാണ് മെയിൻ ആയിട്ട് സീൻ. ഇനി ആരെയൊക്കെ മാറ്റിയിടുക, ആരെയൊക്കെ ഇതാക്കുക ആക്ടിവിറ്റി അനുസരിച്ച്. നമ്മുടെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ 35 ആൾക്കാർ സിറ്റുവേഷൻ വരുന്നുണ്ടെന്ന്. നമ്മൾ ലാസ്റ്റ് ഒരു 3-4 വാറില് 25 തയ്ക്കാൻ നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത്. അപ്പൊ കുറെ പേര് ഇനാക്ടിവിറ്റി ഉണ്ട്. ഇപ്പോഴും സ്റ്റിൽ ഇനാക്ടിവിറ്റി ഉണ്ട്. അപ്പൊ അത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്കിടയിൽ ആക്റ്റീവ് ആവാൻ ഒരു കോമ്പറ്റീഷൻ വരണം. അതായത് ഒരാഴ്ച വന്നില്ലെങ്കിൽ സ്ലോട്ട് പോവും എന്നൊരു ബോധ്യം യുവമാർക്ക് വന്നാലേ ഇനി അത് മര്യാദ. ഞാൻ പറയല്ലേ, PvPക്ക് ഇനാക്റ്റീവ് ആവുന്ന ആൾക്കാരെ മാറ്റി നിർത്തും. PvPക്ക് ഇനാക്റ്റീവ് ആവുന്ന ആൾക്കാരെ സ്ലോട്ടിൽ വീക്ക്ലി ഞാൻ മാറ്റി നിർത്തും. അത് അല്ലാതെ ഇനി ഇത് നമുക്ക് ഇനി എനിക്ക് ഒരു താല്പര്യമില്ല ഇനി TV ആരെ എടുത്തു കളഞ്ഞാലും ഇവരെ എടുത്ത് മാറ്റാനും. അതുകൊണ്ട് എല്ലാവരും തമ്മിലൊരു മത്സരമൊക്കെ വരുമ്പോൾ അത് പയ്യെ അങ്ങ് ശരിയായിക്കോളും. ഓക്കെ, അപ്പൊ അത്രേ പറയാനുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഗ്യാങ്ങിൽ ആക്റ്റീവ് ആയിട്ടും വെടിവെക്കാനൊന്നും കൊള്ളാത്ത ഏബലിനെ പോലത്തെ ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ അകത്ത് സ്റ്റിൽ ഉണ്ട്. അപ്പൊ അവരെ മാറ്റിയിടണം. അവരെ മാറ്റിയിട്ടാലേ നമുക്ക് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ വെടിവെക്കുന്നതിനേക്കാളും പെണ്ണുങ്ങളെ വളയ്ക്കുന്നതിനാണ് പ്രയോറിറ്റി കൂടുതൽ. ആർക്കാണ്? അല്ലല്ല, ഞാൻ പൊതുവെ പറഞ്ഞാണ്. അപ്പൊ അത്ര ജോക്കി സിറ്റിയിലോട്ട് പോയോ? സിറ്റിയിലായിരുന്നു ഇത്ര ഞാനും നമുക്കപ്പോ സിറ്റിയിലോട്ട് കയറാം ഗൈസ്. സിറ്റി ഇപ്പം